AI ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് കഴിഞ്ഞൊരു 1-2 വീഡിയോകളിലായിട്ട് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ബാർഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ബാർഡ് .google.com ഇതാണ് ഇവരുടെ ഡൊമൈന്. ഇതിലേക്ക് പോവുക. ഇവിടെ ബാർഡ് എക്സ്പെരിമെൻറ്റിലാണുള്ളത്. ജസ്റ്റ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അവർ പറയാതെ പറയാണ്. ഓക്കെ, ബാർഡ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ബാർഡ് യൂസ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മൾ ട്രൈ ബാർഡ് കൊടുക്കുകയാണ്. സാധാരണ പോലെ തന്നെ ഗൂഗിളിൻ്റെ ഏതൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോഴും അതിലേക്കുള്ള പോലെ തന്നെ ഒരു ടേംസ് ഓഫ് സർവീസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കുന്നതായിരിക്കും ബെറ്റർ. മിക്ക ആളുകളും ഇത് വായിച്ച് വെക്കാറില്ല. ഞാനും അതുപോലെ വായിച്ച് നോക്കുന്നില്ല. ഐ എഗ്രി കൊടുക്കുകയാണ്. ഇപ്പോൾ ബാർഡ് എക്സ്പെരിമെൻറ്റിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമെയിൽ അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇതാണ് ബാർഡിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെയാണ് ഇനി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബാർഡിനെ കൊണ്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യം എന്താ ചോദിക്കുക? ഹൂ വോൺ ദ ലാസ്റ്റ് ഫോർമുല 1 ചാമ്പ്യൻഷിപ്പ്? ലാസ്റ്റ് ഫോർമുല 1 ചാമ്പ്യൻഷിപ്പ് ആരാണ് വിൻ ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. കണ്ടോ, ലാസ്റ്റ് ഫോർമുല 1 ചാമ്പ്യൻഷിപ്പ് മാക്സ് വെർസ്റ്റാപ്പൻ ആണ്. 2022 റെഡ് ബുൾ റേസിംഗ് ആണ്. ഫസ്റ്റ് ഡച്ച് ഡ്രൈവർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി GPT-നേക്കാളും ഇവിടെ കുറച്ചും കൂടി സ്പീഡുള്ളതായി തോന്നി. പക്ഷേ അവിടുത്തെ അത്രയും കോണ്ടന്റ് ഇവിടെ നമുക്ക് തരുന്നില്ല. അവിടുത്തെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാര്യങ്ങൾ വരുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ഇങ്ങനെ തന്നെ വായിച്ച് നോക്കാം, ഇങ്ങനെയൊക്കെയാണ് സംഭവം നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കണ്ടില്ലേ, ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്ത് നോക്കാം. പിന്നെ ChatGPT ഇല്ലാത്ത മറ്റൊരു ഫീച്ചർ ഇവിടെ വരുന്നത്, നമുക്കിവിടെ വോയിസ് ടൈപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഞാൻ അലോ കൊടുക്കുകയാണ്. ഹൂ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഓക്കെ, എൻ്റെ വോയിസ് ടൈപ്പിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കറണ്ട് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വോയിസ് ടൈപ്പിംഗ് പല സമയത്തും നമുക്ക് ഒരുപാട് ഉപകാരമാണ്. പ്രത്യേകിച്ച് നമ്മൾ വലിയ നീളത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, കുറച്ചൊരു ഡീറ്റെയിലിംഗ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, കുറച്ചൊരു ക്ലാരിറ്റി വേണ്ട ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ക്ലാരിറ്റി ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. കാരണം അത്രയും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ChatGPT ഇല്ലാത്ത മറ്റൊരു ഫീച്ചർ ബാർഡിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് യൂസേജ് ഉള്ള ഒരു ചാറ്റ് ബോട്ടാണ് ബാർഡ്. ChatGPTക്ക് അതില്ല. ChatGPT 2021 വരെയുള്ള ഡേറ്റ വെച്ചാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസും നമുക്ക് അതിൻ്റെ റെസ്പോൺസൊക്കെ തരുന്നത്. പക്ഷേ ബാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറൻ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ ചോദിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യാനൊക്കെ ഇവിടെ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ മീഡിയത്തിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ആർട്ടിക്കിൾ എടുക്കുകയാണ്. ഞാനിവിടെ ഒരു റാൻഡം ആർട്ടിക്കിൾ എടുക്കുകയാണ്. അത് ഇന്നതെന്നൊന്നുമില്ല, എനിക്ക് കിട്ടിയ ഫസ്റ്റത്തെ ആർട്ടിക്കിൾ ഞാൻ എടുത്തു. കുഴപ്പമില്ല, ചെറിയ ആർട്ടിക്കിൾ ഒന്നുമല്ല, കുറച്ച് വലുതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ആർട്ടിക്കിൾ കോപ്പി ചെയ്യാണ്, ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പ്ലീസ് സമ്മറൈസ് ദ വെബ്സൈറ്റ്, വെബ് പേജ് എന്നിട്ട് ഞാൻ ആ വെബ് പേജ് ഇവിടെ പേസ്റ്റ് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ബാർഡ് അതിൽ നിന്നുള്ള സമ്മറൈസ് എടുത്തിട്ട് എനിക്ക് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, ന്യൂ ജനറേറ്റീവ് AI search system is not the essence of blogging but rather some key takeaways from the article. ആർട്ടിക്കിളിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആർട്ടിക്കിളിൽ കൊടുത്തത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Generative AI search engine for blogging but rather article also provides some tips for bloggers how to adapt generative AI നെ കുറിച്ച് പുള്ളി കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ
വെബ് പേജ് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ബാഡ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയും. റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം. എന്താണ് ചോദിക്കുക? വാട്ട് അബൌട്ട് the latest interview of Andrew Tate with BBC reporter. Okay. Andrew Tate, a British kickboxer and personality controversial figure, was interviewed by BBC reporter Lucy Williamson on June 2, 2023. The interview was widely publicized and Tate's comments were met with widespread criticism. Tate denied allegations. അതായത് അവരുടെ കേസിന്റെ കാര്യങ്ങളും അതിന്റെ അലിഗേഷൻസ് അതുമായി ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആൻഡ്രൂ ടേറ്റ് അതിനുള്ള മറുപടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഇന്റർവ്യൂ കണ്ടതാണ്. എങ്കിൽ ഞാനിവിടെ ഗൂഗിൾ എങ്ങനെയാണ് ഇത് ബാഡ് എങ്ങനെയാണ് നമ്മളോട് ഇത് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയാണ്. ഇന്റർനെറ്റ് ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും റീസെന്റ് ആയി നടന്ന കാര്യങ്ങളെ കുറിച്ച് പോലും നമുക്ക് ഇപ്പോൾ ഇവിടെ ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അക്വയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ChatGPT ഇല്ലാത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമുക്ക് തന്നതാണ്, ഇത് നമുക്ക് ബാഡ് തന്ന ഒരു റെസ്പോൺസ് ആണ്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് ഡോക്സ് കൊടുക്കാം. എക്സ്പോർട്ട് ഡോക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റിംഗ് ഡോക്യുമെന്റ് കാണുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ഡോക്സ് കൊടുക്കുകയാണ്. ഡോക്സിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ കഴിയും. കണ്ടോ, ഇവിടെ അവിടെ തന്ന അതേപോലെ അത് ഒരു ഡോക്യുമെന്റ് ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. പ്ലീസ് റൈറ്റ് ആൻ ഇമെയിൽ ഓഫ് ബിസിനസ് അസോസിയേഷൻ വിത്ത് ലംബോഗിനി കൊടുക്കുക. ലംബോഗിനി ആയിട്ടുള്ള ബിസിനസ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യണം. പ്ലീസ് റൈറ്റ് ആൻ ഇമെയിൽ ഫോർ ബിസിനസ് അസോസിയേഷൻ വിത്ത് ലംബോഗിനി. ഓക്കെ, ഇവിടെ നമുക്കൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡിയർ ലംബോഗിനി കോൺടാക്ട് പേഴ്സൺ, എക്സ്പ്ലോർ പോസിബിലിറ്റി ഓഫ് ബിസിനസ് അസോസിയേഷൻ. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട്, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ഇത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. മെയിലിലേക്ക്, ജിമെയിലിലേക്ക് ഡയറക്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യാം. ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പൺ ജിമെയിൽ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്തെന്ന ആ ഇമെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ മാറ്റങ്ങളൊക്കെ വരുത്താണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അധിക സമയമൊന്നും ഇതിൻ്റെ മുകളിൽ ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? പാടിനെ കൊണ്ട് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയാം. അതിനകത്ത് വേണ്ട എഡിറ്റുകളൊക്കെ വരുത്തുക, എന്നിട്ട് അയച്ചു കൊടുത്താൽ മതി. ഇനി ChatGPT നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ടോപ്പ് സൈഡിൽ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ വ്യൂ അതർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, നമുക്ക് ഒരു ഡ്രാഫ്റ്റാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. സെക്കൻഡ് ഡ്രാഫ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്, തേർഡ് ഡ്രാഫ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഈ 3 ഡ്രാഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. GPT-യിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യണമായിരുന്നു അടുത്ത ഡ്രാഫ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് 3 ഡ്രാഫ്റ്റ് ഇവിടെ അവൈലബിൾ ആയിട്ട് തന്നിരിക്കുകയാണ്. ഇനി കൂടുതൽ വേണം, ഇത് 3 നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? റീജനറേറ്റ് ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡ്രാഫ്റ്റ് ഇത് 3 അല്ലാത്ത വേറെ ഒന്ന് കിട്ടും. ഇത് ChatGPT-യിൽ ഇല്ലാത്ത വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ബാഡിനോട് ചോദിക്കാൻ പോകുന്നത് ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എക്സ്പ്ലെയിൻ the code.
ആ കോഡ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സാധാരണക്കാരന് മനസ്സിലാകുന്ന പോലെ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ പോലെ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് ആ കോഡ്. അപ്പോൾ ഞാനിവിടെ ഒരു കോഡ് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. എനിക്ക് കോഡിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ കോഡ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ ബാർഡിനോട് ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ ദിസ് കോഡ്, എക്സ്പ്ലെയിൻ ദിസ് കോഡ്. ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനിക്ക് എഴുതാൻ മൊക്ക മോഡൽ ഓൺ ഡാറ്റ സെറ്റ് ഇമേജസ്. മൊക്ക ഈസ് എ contrastive learning method that can be used to learn representations of images that are invariant to change in pose. എന്താ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, പ്ലീസ് ഇംപ്രൂവ് ദ കോഡ്. ആ കോഡൊന്ന് ഇംപ്രൂവ് ചെയ്ത് തരുമോ എന്നും കൂടി ചോദിക്കുകയാണ്. പ്ലീസ് ഇംപ്രൂവ് ദ കോഡ്. എങ്ങനെയായിരിക്കും എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. ഇപ്പം ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ മാത്രമുള്ള വിവരം എനിക്കതിനെക്കുറിച്ചില്ല. ഓക്കെ, എന്തൊക്കെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന്. സജഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ഞാൻ റൈറ്റ് ചെയ്യാൻ പറയാം. പ്ലീസ് റൈറ്റ്, പ്ലീസ് റൈറ്റ് the code with the above mentioned improvement. സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മതി, പക്ഷെ നമ്മൾ ബാഡ് കോഡ് എഴുതി തരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഐ എം ജസ്റ്റ് ലാംഗ്വേജ് സോ ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. മോശമായിപ്പോയി. ഓക്കെ, എന്തായാലും എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കോഡ് അവർ എഴുതി തന്നില്ല. പക്ഷെ ഞാൻ കോഡ് എഴുതി തരുന്ന വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും അപ്പോൾ നിങ്ങളും ബാഡൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ചാറ്റ് GPT വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യസ്തമായി ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മുടെ ബാഡ് എന്ന് പറയുന്നത്. വൈ ബാഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ചാറ്റ് GPT. നമ്മൾ അവസാനത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിച്ചേരും. കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതേപോലെ സോഷ്യൽസിലൊക്കെ ഒന്ന് തന്നെ ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനും ഉത്തരം പറയാൻ പറ്റില്ല എന്നാണ് ബാഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മളെ മറ്റൊരു വീഡിയോസിൽ കാണും മറ്റൊരു ദിവസം. അതുവരേക്കും ബൈ.